Hello friends, welcome to Ajmal Solutions. Friends, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്, അതായത് ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട്, അതേപോലെ മാർക്കറ്റ് പ്രൈസ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് മാർക്കപ്പ് തുടങ്ങിയ ടേംസ്, ഓക്കെ, അതേപോലെ ഇക്വലൻ്റ് ഡിസ്കൗണ്ട് തുടങ്ങിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയത് NTPC ആയാലും RRBയുടെ മറ്റ് എക്സാമുകളായാലും SSCയുടെ എല്ലാ എക്സാമുകൾക്കും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഡിസ്കൗണ്ട് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് കാണാം. ഓക്കെ, സാധാരണ പലരും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒരു സെഷനായിട്ടും ഡിസ്കൗണ്ട് വേറെ സെഷനായിട്ടൊക്കെയാണ് എടുക്കൽ. നമ്മളതിൻ്റെ കൂടെ തന്നെ എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്കൗണ്ടിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കടക്കും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ഡിസ്കൗണ്ട് എന്ന് നമ്മൾ അറിയണം അല്ലേ. അതിൻ്റെ മുന്നേ സപ്പോസ് ഞാനൊരു ഷോപ്പ് കീപ്പറാണ്. ഓക്കെ, അപ്പം ഞാനൊരു ആർട്ടിക്കിൾ വാങ്ങി, അതിൻ്റെ വില എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപ ഞാനൊരു ഹോൾസെയിലർ അടുത്തുനിന്ന് ഒരു ആർട്ടിക്കിൾ വാങ്ങി. ഈ 100 എന്ന് പറഞ്ഞാൽ എൻ്റെ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ സാധാരണ ഞാനൊരു ഷോപ്പ് കീപ്പറാണ്, ഞാൻ എന്താ ചെയ്യാം, ഇത് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് വില കൂട്ടിയിടും. കുറച്ച് വില, ഫോർ എക്സാമ്പിൾ ഒരു 150 രൂപയ്ക്ക് ഇത് ലിസ്റ്റ് ചെയ്തു. ഈ വസ്തു 150 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തു അല്ലേ. അതായത് ഇതിൻ്റെ വില 100 രൂപയാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഒരു 50% കൂട്ടിയിട്ടു. ഈ 50%ത്തിൻ്റെ പേരാണ് പെർസെൻറ്റേജ് മാർക്കപ്പ്. എന്താണ് പെർസെൻറ്റേജ് മാർക്കപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസിൻ്റെ എത്രയോ ഒരു ശതമാനം നമ്മൾ കൂട്ടിയിട്ട് അതിനൊരു വില ഇട്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര ശതമാനമാണോ കൂട്ടിയത് അതാണ് പെർസെൻറ്റേജ് മാർക്കപ്പ്. അങ്ങനെയാണെങ്കിൽ 150ൻ്റെ പേരാണ് എന്ത്, ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ നമ്മൾ MRP എന്നൊക്കെ പറയില്ലേ, ആ സംഭവം. ക്ലിയർ ആണോ? ഇതെങ്ങനെ വരുന്നത്, ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഒരു 50% കൂട്ടി ഒരു മാർക്കപ്പ് ഇട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, കച്ചവടം നടത്തുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു 150, എനിക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു. 10%, ഇതാണ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ 150 10% 15, അപ്പോൾ എത്ര, 135. അപ്പോൾ 135 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, അയാൾക്ക് വിറ്റു. അതാണ് എന്ത്, സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മളിത് കോസ്റ്റ് പ്രൈസ്, ഇതിൽ നമ്മളൊരു 50% കൂട്ടിയിട്ടു. പെർസെൻറ്റേജ് മാർക്കപ്പ് എന്നാണ് ഈ 50%-ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ്. നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്തിൽ നിന്നാണ്, മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് അല്ലേ. മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ 150 രൂപേൻ്റെ 10% ഡിസ്കൗണ്ട് കൊടുത്തു, അതായത് 15 രൂപ കൊടുത്തു. ഓക്കെ, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു, നമ്മൾ ആ വസ്തു വിറ്റു. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പം 110 രൂപയുടെ വസ്തു നമ്മൾ വിറ്റത് 135 രൂപക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35 അല്ലേ. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും നമ്മുടെ ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ പ്രോഫിറ്റ് 35 ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്ര, 35/100 × 100, അതായത് 35% അല്ലേ. 100 ആണെങ്കിൽ എത്രയാണോ ചേഞ്ച് അത് തന്നെയായിരിക്കും പെർസെൻറ്റേജ് അല്ലേ. 35% നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എന്താണ് പെർസെൻറ്റേജ് മാർക്കപ്പ്. ഇപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടാവല്ലോ, എന്താണ് പെർസെൻറ്റേജ് മാർക്കപ്പ്. അതായത് നമ്മുടെ കോസ്റ്റ് പ്രൈസിൽ നിന്നും നമ്മൾ എത്രയോ ഒരു ശതമാനം, കോസ്റ്റ് പ്രൈസിൻ്റെ എത്രയോ ശതമാനം കൂട്ടിയിട്ട് നമ്മളൊരു വില ഇട്ടു. എത്ര ശതമാനമാണോ കൂട്ടിയത് അതാണ് പെർസെൻറ്റേജ് മാർക്കപ്പ്. അങ്ങനെ ഇട്ട വില അല്ലെങ്കിൽ ലിസ്റ്റഡ് പ്രൈസ്, അതാണ് എന്ത്, മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ MP എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കും. ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് മാർക്കറ്റ് പ്രൈസ്. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡിസ്കൗണ്ട് എന്തിൽ നിന്നാണ് കൊടുക്കുക, മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, 135 രൂപയ്ക്ക് വിറ്റു. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആണല്ലേ. എവിടെ നോക്കുമ്പോൾ 150ന് 10%, അതായത് 15 രൂപയാണ് ഡിസ്കൗണ്ട് കൊടുത്തത്. അതായത് മാർക്കറ്റ് പ്രൈസിൻ്റെയും സെല്ലിംഗ് പ്രൈസിൻ്റെയും ഡിഫറൻസ് ആണ് ഡിസ്കൗണ്ട്. അതായത് മാർക്കറ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ് ഡിസ്കൗണ്ട്. ഓക്കെ, ഡിസ്കൗണ്ട് നമുക്കൊരു D കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്താണ്. ഓക്കെ, നമുക്കറിയാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ SP - CP ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ
എസ് പി മൈനസ് സി പി ഡിവൈഡ് ബൈ സി പി, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബൈ എന്തായിരുന്നു? സാധാരണ എല്ലാ കേസിലും നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലായിരുന്നു? സി പിയിലായിരുന്നു അല്ലേ? പ്രോഫിറ്റ് ബൈ സി പി എന്ന് കണ്ടത്. അതേപോലെ ഡിസ്കൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ നോക്കിയാൽ മതി. നിങ്ങൾ എന്തിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുത്തത്? മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ്. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ സി പി. അതായത് ക്വസ്റ്റ്യനിൽ ഓൺ എസ് പി എന്ന് പറയാത്തിടത്തോളം കാലം പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിലാണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൈസിലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാം. എന്താണ് പെർസെൻറ്റേജ് മാർക്കപ്പ്, എന്താണ് മാർക്കറ്റ് പ്രൈസ്, എന്താണ് ഡിസ്കൗണ്ട്, എന്താണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇക്വലൻ്റ് ഡിസ്കൗണ്ട് ആണ്. ഇക്വലൻ്റ് ഡിസ്കൗണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു കടയിൽ പോയിട്ട് ഒരു വസ്തു വാങ്ങി. അപ്പോൾ എനിക്ക് 10% ഡിസ്കൗണ്ട് തന്നു. അങ്ങനെ വീണ്ടും ഞാനിങ്ങനെ കുറേ ചോദിച്ച സമയത്ത് അവർ എനിക്കൊരു 15% ഡിസ്കൗണ്ട് തന്നു. അപ്പം 10% തന്നു, 15% തന്നു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഞാൻ 100 രൂപേൻ്റെ ഒരു വസ്തുവാണ് എനിക്ക് വാങ്ങേണ്ടത്. ഇതാണ് എൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ വല്ലവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സ്ഥിരം വരുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു 10% ഡിസ്കൗണ്ട് തന്നു. അപ്പം 90 രൂപക്കാണ് എനിക്ക് തന്നു. അങ്ങനെ ഞാനത് വാങ്ങിയിട്ട് കേശിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞത് ഇത് ശരിയാവില്ല, ഞാൻ ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ അവിടെ വരുന്നില്ലേ പറയുമ്പോൾ അയാൾ ഒരു 10% കൂടി ഡിസ്കൗണ്ട് തന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ നമ്മൾ ഡിസ്കൗണ്ട് തരുന്ന ഏതായിരിക്കും? ഈ 90ൻ്റെ 10% ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് 9 രൂപ, അപ്പോൾ 81 രൂപക്ക് നമ്മൾ കിട്ടും. നമ്മൾ ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടി? 100 81 എന്ന് പറഞ്ഞാൽ 90% ഡിസ്കൗണ്ട് കിട്ടി. ക്ലിയർ? നമ്മൾ 10 20 അല്ല, ഇവിടെ നമ്മൾ ഇക്വലൻ്റ് ഡിസ്കൗണ്ട് നമ്മൾ ഇതിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നില്ല, പെർസെൻറ്റേജിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. ആദ്യം ഒരു 10% കൂടി, പിന്നെ ഒരു 10% കൂടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ 20% ആണോ കൂടാ? അല്ല, ആദ്യം ഒരു 10% കൂടി എന്നാൽ 100 110 ആയി. പിന്നെ 10% കൂടി എന്ന് പറഞ്ഞാൽ 110ൻ്റെ 10% കൂടാ. അതേപോലെയാണ് ഈക്വലൻ്റ് ഡിസ്കൗണ്ടിൻ്റെ കൺസെപ്റ്റ്. ഈക്വലൻ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി ഈക്വലൻ്റ് ഡിസ്കൗണ്ട് എങ്ങനെ കാണാം? ഈക്വലൻ്റ് ഡിസ്കൗണ്ട് കാണാൻ 3 മെത്തേഡ് ഉണ്ട്. ഒന്നാമത്തത് സാധാരണ മെത്തേഡാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യും? MRP 100 രൂപയായിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ ഈക്വലൻ്റ് ഡിസ്കൗണ്ട് കാണണം. എൻ്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് സപ്പോസ് ആദ്യം 20% ഡിസ്കൗണ്ട്, പിന്നെ ഒരു 10%. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈക്വലൻ്റ് ഡിസ്കൗണ്ട് കാണണം. അങ്ങനെയാണ് നിങ്ങൾ പറയാം, ആദ്യം എൻ്റെ 100 രൂപയാണ് എൻ്റെ മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരാം? 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 80%. ഓക്കെ, ഇനി ഞാനൊരു 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? ഇതിൻ്റെ 90%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായി? ഇവിടെ 2 0 ക്യാൻസൽ ചെയ്തു, ഈ 0 ക്യാൻസൽ ചെയ്തു, 72 റുപ്പീസ്. ഇതാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? 100. അപ്പോൾ 100 രൂപയുടെ ഒരു വസ്തു, ഇതാണ് മാർക്കറ്റ് പ്രൈസ്. 72 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ എൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ്? 28. ഓക്കെ, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 100-ലല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 28% ആണ് എൻ്റെ ഡിസ്കൗണ്ട്. അപ്പോൾ 20%-വും 10%-വും ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് ഇക്വലൻ്റ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 28% ആണ്. ഇനി നേരെ തിരിച്ചാണെങ്കിൽ ആദ്യം 10% പിന്നെ 20% ആണെങ്കിലോ അവിടെയും സെയിം വരും. കാരണം എന്താ? ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് വരും? 100 ഇൻറ്റു ആദ്യം ഞാൻ 10% ഡിസ്കൗണ്ട് കൊടുത്തു, 90/100. പിന്നെ ഞാൻ 20% ഡിസ്കൗണ്ട് കൊടുത്തു, ഇൻറ്റു 80/100 അല്ലേ. അപ്പോൾ ഇവിടെ എഴുതുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഈക്വലൻ്റ് ഡിസ്കൗണ്ട് കാണുന്ന സമയത്ത് നമ്മൾ ഈ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താലും ഒരു മാറ്റവും സംഭവിക്കാനില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ്. ഈക്വലൻ്റ് ഡിസ്കൗണ്ട് ആണ് ഒന്നാമത്തെ മെത്തേഡ്. നമ്മൾ 100 എടുത്തിട്ട് ചെയ്യുന്ന മെത്തേഡ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 100 എടുത്തിട്ട് നമ്മൾ 72 കിട്ടിക്കഴിഞ്ഞാൽ ഈ 72 അല്ല നമ്മുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഇതെന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. ഡിഫറൻസ് അല്ലേ, 100ൻ്റെയും 72ൻ്റെയും ഡിഫറൻസ് ആണ് നമ്മുടെ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ക്ലിയർ? ഓക്കെ, ഇനി ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഈ മെത്തേഡ് തന്നെ നമ്മൾ മറ്റേ പെർസെൻറ്റേജിൻ്റെ പിന്നെ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ തന്നെ നമ്മളിതിനെ റേഷ്യോ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. സെയിം ക്വസ്റ്റ്യൻ, 20% ഡിസ്കൗണ്ട്, 10% ഡിസ്കൗണ്ട്, സെയിം സംഭവം തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. മാർക്കറ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. 20% എന്ന് പറഞ്ഞാൽ 1/5. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 20% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ
20%. സപ്പോസ് ഇത് 20% പ്രോഫിറ്റ് ആണെന്ന് വിചാരിച്ചോ. 20% പ്രോഫിറ്റ് ആണെങ്കിൽ 5 എന്തായിരിക്കും? CP ആയിരിക്കും. 1 എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ ഇത്രയും കാലം പഠിച്ചത്. ഇനി നമ്മൾ ഈ 20% ഡിസ്കൗണ്ട് ആണെങ്കിൽ അവിടെയും 1/5 വരും. ഈ 5 എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. 1 എന്തായിരിക്കും? ഡിസ്കൗണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാർക്കറ്റ് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് 4 ആയിരിക്കും. ക്ലിയർ അല്ലേ? 5 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്, 1 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 4 ആയിരിക്കും. ഇങ്ങനെയാണ് ഇത്. അപ്പം 20% ഡിസ്കൗണ്ട് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് 5 ആണ്, സെല്ലിംഗ് പ്രൈസ് 4 ആണ്. 10% ഡിസ്കൗണ്ട് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് 10 ആണ്, സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 9. 2 ഗുണിച്ചാൽ 9, 2 ഗുണിച്ചാൽ 36. ഓക്കെ, ഇത് മാർക്കറ്റ് പ്രൈസ്, ഇത് സെല്ലിംഗ് പ്രൈസ്. ഡിഫറൻസ് എത്രയാണ്? 14. ഈ 14 നമ്മുടെ ഡിസ്കൗണ്ട്. ഇനി ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണണം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. എത്ര? 2 × 14 28. നേരത്തെ നമുക്ക് കിട്ടിയ എന്തായിരുന്നു? 28% ആയിരുന്നു. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നേരെ തൊട്ട മുന്നിലുള്ള സംഭവം നമ്മൾ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ റേഷ്യോ മെത്തേഡിൽ. അത് ഞാൻ പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ള കാര്യം. സെയിം സംഭവം ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും നമുക്ക് റേഷ്യോ അറിയുന്നതുകൊണ്ട് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു മെത്തേഡ് ഉണ്ട്, സക്സസീവ് പെർസെൻറ്റേജ്. സക്സസീവ് പെർസെൻറ്റേജ് അല്ലേ? ഓർമ്മല്ലേ? നമ്മൾ സക്സസീവ് പെർസെൻറ്റേജ് A + B + AB/100. ഓക്കെ, ഇത് ഓർമ്മല്ലേ? നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് രണ്ട് രീതി ചെയ്യാം. ഒന്ന്, നമുക്ക് ഡിസ്കൗണ്ട് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ മൈനസ് കൊടുക്കും. അപ്പം 20%ഉം 10%ഉം സക്സസീവ് ഡിസ്കൗണ്ട് കാണാൻ എന്ത് ചെയ്യണം? അപ്പം A എന്ന് പറഞ്ഞാൽ -20. എന്തുകൊണ്ടാണ് മൈനസ്? ഡിസ്കൗണ്ട് ആയതുകൊണ്ടാണ്. -20 -10 പിന്നെ എന്ത് വരും? ഇവിടെ എന്താ വരാം? -20 × -10 എന്ന് പറഞ്ഞാൽ +20 × 10/100. ഓക്കെ, ഇവിടെ A എന്ന് പറയുമ്പോൾ -20, B എന്ന് പറയുമ്പോൾ -10, രണ്ടും ഗുണിച്ചാൽ +20 × 10/100. അപ്പോൾ എന്ത് വരും? -20 -10 എന്ന് പറഞ്ഞാൽ -30. ഇത് എത്ര? 200/100 പറഞ്ഞാൽ 2. അപ്പോൾ -30 + 2 എത്ര? -20. ഓക്കെ, മൈനസ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ്. അപ്പം 28% ആണ് നമ്മുടെ ഡിസ്കൗണ്ട്. ഓക്കെ, ഇനി ഇങ്ങനെ മൈനസ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇക്വലന്റ് ഡിസ്കൗണ്ട് എങ്ങനെ ചെയ്യാം? നമ്മളെല്ലാത്തിൽ നിന്നും എന്ത് ചെയ്തു? മൈനസ് കോമൺ എടുത്തു. മൈനസ് കോമൺ എടുത്താൽ വരും -A എന്ത് വരും? ഇവിടുന്ന് ഓക്കെ, +20 + 10 -20 × 10/100. ഓക്കെ, is equal to -28% ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ? ഡിസ്കൗണ്ട് ഇതിപ്പോൾ സക്സസീവ് പെർസെൻറ്റേജ് ജനറൽ ഫോർമുല. ഇവിടെ നമ്മൾ എക്കും ബിക്കും മൈനസ് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ സക്സസീവ് കാണുന്നത് എന്ത് ചെയ്താൽ? സക്സസീവ് ഡിസ്കൗണ്ട് കാണണമെങ്കിൽ A + B - AB/100 ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എന്ത് വരും? ശരിക്കുള്ള വാല്യൂ കിട്ടും. മൈനസ് അല്ല, ശരിക്കുള്ള വാല്യൂ ആയിട്ട് കിട്ടും, പോസിറ്റീവായിട്ട് കിട്ടും. 28 കിട്ടും. 28% നമ്മുടെ ഡിസ്കൗണ്ട്. ഓക്കെ, ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് സക്സസീവ് പെർസെൻറ്റേജ് കാണാം. ക്ലിയർ? ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 2 തരം ഡിസ്കൗണ്ട്. ഫോർ എക്സാമ്പിൾ 20% ഡിസ്കൗണ്ട്, 10% ഡിസ്കൗണ്ട് സക്സസീവ് ഡിസ്കൗണ്ട് ആണ്. അല്ലെങ്കിൽ ഒരു 14% ഡിസ്കൗണ്ട്, 16% ഡിസ്കൗണ്ട്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതാണ് ലാഭം എന്നങ്ങനെ നമ്മൾ നോക്കാം. പെട്ടെന്ന് നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എക്സാമിനേഷനിൽ ലാസ്റ്റ് ഒരു 10 സെക്കൻഡേ ഉള്ളൂ. ആ സമയത്താണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ 2 സക്സസീവ് പെർസെൻറ്റേജ് ആണ്. ഇതിൽ ഏതാണ് ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ലാഭം, അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഏതാ ലാഭം എന്ന് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതിൽ ബെറ്റർ ഡിസ്കൗണ്ട് എന്ന് പറയാം. നിങ്ങൾ ഇരിക്കും ബെറ്റർ ഡിസ്കൗണ്ട്. ഇപ്പോൾ 2 ഒന്ന് സം ഈസ് സെയിം. ഓക്കെ, 2 ഡിസ്കൗണ്ടിന് സമ്മ് സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ സം ഈസ് നോട്ട് സെയിം. സം ഈസ് നോട്ട് സെയിം ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് കാണാം. പക്ഷേ ഈ കേസാണ് നമുക്ക് സാധാരണ ചോദിക്കാറ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം 2 വാല്യൂസ് പറയാം. 10% ഡിസ്കൗണ്ട്, 20% ഡിസ്കൗണ്ട്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ എടുക്കാം. 10% 20%. അതേപോലെ 14% 16%. ഇത് രണ്ടും സക്സസീവ് ഡിസ്കൗണ്ട് ആണ്. 2 തരം ഡിസ്കൗണ്ടുകളുണ്ട്. ഒന്നെങ്കിൽ 10, 20, അല്ലെങ്കിൽ 14, 16. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് ചോദിച്ചാൽ എങ്ങനെ ചെയ്യുന്നത്? ഇത് രണ്ടിനും സെയിം, സമ്മ് സെയിം ആണ്. 10 + 20 30, 16 + 14 30 ആണ്.
അപ്പോൾ നമുക്ക് അറിയാം സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി മൈനസ് എ ബി ബൈ 100 ആണ്. അപ്പോൾ ഫസ്റ്റ് കേസ് വരികയാണെങ്കിൽ 10 പ്ലസ് 20 മൈനസ് 10 ഇൻറ്റു 20 ബൈ 100. രണ്ടാമത്തെ കേസാണെങ്കിൽ 14 പ്ലസ് 16 മൈനസ് 14 ഇൻറ്റു 16 ബൈ 100. ഓക്കെ, ഇവിടെ ഇത് 30 ആണ്, ഇത് 30 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട്. അപ്പോൾ ഈ ഡിസ്കൗണ്ട് കൂടുതലാവണമെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതാണോ കൂടുതലാവുന്നത് അതെങ്ങനെ നമ്മൾ നോക്കാം? ഈ പ്രൊഡക്റ്റ് ഇവിടെ 100 ഇവിടെ 100 അല്ലേ, അപ്പോൾ മുകളിൽ നോക്കാം. ഈ രണ്ടെണ്ണത്തിൻ്റെ മൾട്ടിപ്പിൾ ഏതാണോ കുറവ് അതായിരിക്കും ബെറ്റർ ഡിസ്കൗണ്ട് അല്ലേ. കാരണം ഇതിൽ നമ്മൾ ഡിസ്കൗണ്ട് ഇത് മൈനസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ, ഇവിടെ മൈനസ് അല്ലേ, മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുന്ന വാല്യൂ ഏതാണോ കുറവ് അതായിരിക്കും ബെറ്റർ ഡിസ്കൗണ്ട്. മൈനസ് ചെയ്യുന്ന വാല്യൂ ഏതാണോ കൂടുതൽ അതാണ് എന്താ പറയുക ബെറ്റർ അല്ലാത്ത ഡിസ്കൗണ്ട് അല്ലേ. ഓക്കെ, ഐ മീൻ കുറവുള്ള വാല്യൂസ് ആണ് ബെറ്റർ ഡിസ്കൗണ്ട്. ഇവിടെ എന്ത് വരും? 10 × 20 എന്ന് പറഞ്ഞാൽ 200 ആണ്. 14 × 16 എന്ന് പറഞ്ഞാൽ അത്ര 160 64 224. അങ്ങനെയാണെങ്കിൽ ഏതാ ബെറ്റർ ഡിസ്കൗണ്ട്? ഇതായിരിക്കും ബെറ്റർ ഡിസ്കൗണ്ട്. കാരണം ഇവിടെ 30 മൈനസ് 200/100 അല്ലെങ്കിൽ 30 മൈനസ് 2 28 വരും. ഇവിടെ എന്ത് വരും? 30 മൈനസ് 224/100 അല്ലെങ്കിൽ 2.24. അപ്പോൾ അതിനേക്കാൾ കുറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു 10 സെക്കൻഡുള്ള സമയത്താണ് ഈ ക്വസ്റ്റ്യൻ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? രണ്ടും സെയിം ആണെങ്കിൽ ഗുണിച്ച് നോക്കുക. ഗുണിച്ച് നോക്കിയിട്ട് ഏതാണോ ചെറുത് അതായിരിക്കും ബെറ്റർ ഡിസ്കൗണ്ട്. രണ്ടും ഗുണിച്ച് നോക്കിയിട്ട് ഏതാണോ ചെറുത് അതായിരിക്കും ബെറ്റർ ഡിസ്കൗണ്ട്. ഓക്കെ ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം സമ്മ് നോട്ട് സെയിം ആണെങ്കിലോ അത് നമ്മളിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. പക്ഷേ സമ്മ് സെയിം ഉള്ള കേസാണ് കൂടുതൽ ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ 2 ഡിസ്കൗണ്ട്, ഇനിയിപ്പോൾ 3 ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലോ 3 ഡിസ്കൗണ്ട് എങ്ങനെ ചെയ്യും? ഫോർ എക്സാമ്പിൾ 10 20 40. അപ്പം ഇതിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് സക്സസീവ് ചെയ്യാം. എങ്ങനെ? ഇത് രണ്ടും ചെയ്യാം, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇത് 28 ആണ്. എന്നിട്ട് ഈ 28ഉം ഈ 14 കൂടി ചെയ്യാം സക്സസീവ് ചെയ്യാമെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റേഷ്യോ മെത്തേഡ് അപ്ലൈ ചെയ്യാം. റേഷ്യോ മെത്തേഡ് അറിയില്ലേ? 10% ഡിസ്കൗണ്ട് പറഞ്ഞാൽ 10 9, 20% പറഞ്ഞാൽ 5 4, 40% പറഞ്ഞാൽ എത്ര? 5 3 അല്ലേ. ഇത് ഗുണിച്ചാൽ 250. എത്ര വരും? 108. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എടുക്കാം, പെർസെൻറ്റേജ് കാണാം അല്ലേ. എത്ര വരും? 142/280 ഇത്രയാണ് കിട്ടുന്നത് ഈ വാല്യൂ. ഓക്കെ, സക്സസീവ് ചെയ്യുകയാണെങ്കിൽ ആദ്യം 2 ചെയ്യാം, പിന്നെ മൂന്നാമത്തെ ചെയ്യാം. റേഷ്യോ ആണെങ്കിൽ 3 കൂടി ഗുണിച്ചാൽ ഇത് മൊത്തം മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും, ഇത് മൊത്തം എന്തായിരിക്കും? സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും ഗുണിച്ചാൽ. അപ്പോൾ ഡിഫറൻസ് ആണ് ഡിസ്കൗണ്ട്. ഡിഫറൻസ് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് എന്ത്? നമ്മുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ക്ലിയർ ആണല്ലോ. ഓക്കെ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കിലെ അല്ലെങ്കിൽ ഈ മാർക്കറ്റ് പ്രൈസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പിന്നെ അതിലുള്ള നമുക്കൊരു ഫോർമുല വരുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫോർമുല. അത് എങ്ങനെയാണ് വരുന്നതെന്നും അതിൻ്റെ യൂസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഷോപ്കീപ്പർ മാർക്സ് അപ്പ് ദ പ്രൈസ് ഓഫ് ഹിസ് ഒബ്ജക്ട്സ് ബൈ 40% ആൻഡ് ഗിവ്സ് 10% ഡിസ്കൗണ്ട്. ഫൈൻഡ് ഹിസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, എ ഷോപ്കീപ്പർ മാർക്കപ്സ് ദ പ്രൈസ് ഓഫ് ഒബ്ജക്ട് ബൈ 40% അല്ലേ. അപ്പോൾ സപ്പോസ് നമുക്കറിയാം മാർക്കപ്പ് പെർസെൻറ്റേജ് എന്താണെന്നും ഡിസ്കൗണ്ട് എന്താണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം സപ്പോസ് CP 100 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? മാർക്സ് അപ്പ് ദ പ്രൈസ് ഓഫ് ഒബ്ജക്ട് ബൈ 40%. അപ്പോൾ ഞാനിത് മാർക്കപ്പ് ചെയ്തു. എത്ര? 40%. അപ്പോൾ എൻ്റെ MRP അല്ലെങ്കിൽ MP എത്ര? 140. ഇതിൻ്റെ MP ആണ്, ഇതിൻ്റെ CP. ആൻഡ് ഗീവ്സ് 10% ഡിസ്കൗണ്ട്. നമുക്കറിയാം മാർക്കറ്റ് പ്രൈസിൽ നിന്നാണ് ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഇപ്പോൾ 140ൻ്റെ 10% എന്ന് പറഞ്ഞാൽ എത്ര? 14 ആണ്. ഇപ്പോൾ 14 ഡിസ്കൗണ്ട് കൊടുത്താൽ 126 ആണ് എൻ്റെ എന്ത്? സെല്ലിംഗ് പ്രൈസ്. ക്ലിയർ ആണല്ലോ. 126 ആണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, പിന്നെ എന്താ ചോദിച്ചത്? ഫൈൻഡ് ഈസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. CP 100 ആണ്, SP 126 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര വരാം? 100 126 ആണെങ്കിൽ പ്രോഫിറ്റ് 26/CP × 100 26. ഇവിടെ നമ്മൾ 100 ആണ് എടുത്തത്, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ് നോക്കിയാൽ മതി അല്ലേ. 26 ആണെങ്കിൽ 26%, 15 ആണെങ്കിൽ 15%. എന്തുകൊണ്ടാണ് വരുന്നത്? CP 100 ആണ്. അപ്പം ബൈ CP × CP 2 CP കൂടി ക്യാൻസൽ ആയിപ്പോൾ അല്ലേ. അപ്പോൾ 100 നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്ന സമയത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പം 100 126 ഡിഫറൻസ് 26 ആണ് എന്ന് പറഞ്ഞാൽ 26%. ക്ലിയർ അല്ലേ. ഇപ്പോൾ 26% ആണ് നമ്മുടെ പ്രോഫിറ്റ്.
ബേസ് ക്വസ്റ്റ്യൻ അല്ലേ, ഏറ്റവും ബേസ് ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A shopkeeper marks up the price of his objects by 50% and gives some discount. At the end, he gains 5%. Find discount percentage. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം, പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്തില്ലേ? അപ്പോൾ നോക്കാം, നമുക്ക് ആദ്യം നമ്മൾ CP 100 രൂപ എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, മാർക്കപ്സ് ദ പ്രൈസ് ബൈ 50%. അപ്പോൾ 50% കൂട്ടിയിട്ടു, അപ്പോൾ 150. ആൻഡ് ഗീവ് സം ഡിസ്കൗണ്ട്, എത്രയോ ഡിസ്കൗണ്ട് കൊടുത്തു. പക്ഷെ എത്ര നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തറിയാം, അറ്റ് ദ എൻഡ് ഹി ഗെയിൻസ് 5%. അപ്പോൾ അവസാനം ഇയാൾക്ക് 5% ലാഭം കിട്ടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇയാളെ CP 100 ആണെങ്കിൽ SP എന്തായിരിക്കും, 5% ലാഭം കിട്ടണമെങ്കിൽ 105 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. 150 ആണ് മാർക്കറ്റ് പ്രൈസ്, 105 ആണ് SP. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്ര? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ബൈ MP × 100 ആണ്. ഡിസ്കൗണ്ട് എത്രയാണ്, MP-ൻ്റെയും SP-ൻ്റെ ഡിഫറൻസ് 150ഉം 105ഉം. എത്ര രൂപ ഡിസ്കൗണ്ട് കൊടുത്തു, 45 രൂപ. ഏതിൽ നിന്ന്, 150 നിന്ന് ഇൻറ്റു 100. 2 × 50, 3 × 50, 3ഉം 45 ക്യാൻസൽ ചെയ്താൽ 15 × 2 30% ആണ് നമ്മുടെ ഡിസ്കൗണ്ട്. സിമ്പിൾ അല്ലേ. നമ്മൾ 100 CP നമ്മൾ 50% മാർക്കപ്പ് ചെയ്തപ്പം മാർക്കറ്റ് പ്രൈസ് 150 ആയി. അതിന് എത്രയോ ഡിസ്കൗണ്ട് കൊടുത്തു, എന്നിട്ട് നമുക്കൊരു വാല്യൂ കിട്ടി. ആ വാല്യൂ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് എന്തുന്നത്, അയാൾക്ക് അവസാനം 5% ലാഭം കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പം CP 100 ആണെങ്കിൽ SP എന്തായിരിക്കും, 105 ആയിരിക്കും. അപ്പം 150 ആണ് മാർക്കറ്റ് പ്രൈസ്, 105 ആണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ ഡിസ്കൗണ്ട് എത്ര, 45 രൂപ. അപ്പോൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100. 45 ബൈ 150 ഇൻറ്റു 100 എത്ര വരും, 30%. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോക്കാം. അറ്റ് വാട്ട് പെർസെൻറ്റേജ് എബോവ് ദ കോസ്റ്റ് പ്രൈസ് ദ ഷോപ്കീപ്പർ ഷുഡ് മാർക്ക് ഹിസ് ഒബ്ജെക്ട് സോ ദാറ്റ് ഹി ഗെയിൻസ് 26% ആഫ്റ്റർ ഗിവിംഗ് എ ഡിസ്കൗണ്ട് ഓഫ് 10%. ഇവിടെ ഞങ്ങൾക്കൊരു പുതിയൊരു ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്താണ് ഫോർമുല? ഒന്നുമില്ല, എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം. ആദ്യം ഇതാണ് ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ്, ഇതാണ് മാർക്കറ്റ് പ്രൈസ്. ഇതിന് രണ്ടിൻ്റെ നടുവിലായിരിക്കില്ല സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും, പ്രോഫിറ്റ് ഉള്ള കേസ്. കാരണം ചിലപ്പോൾ CP-ൻ്റെ പിറകിലും വരാം. പക്ഷേ നോർമൽ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ലോസ് ഉണ്ടാകുന്ന തരത്തിലേക്ക് നമ്മൾ കൊടുക്കാറില്ല പൊതുവേ നോർമൽ കേസിന്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു, ഇപ്പം ലോസ് ആണെങ്കിൽ ഇതിൻ്റെ ബേക്കിൽ വരും, അത് വിഷയമല്ല. ഓക്കെ, നോക്കാം. ഇവിടെ ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിന് ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. അതേപോലെ കോസ്റ്റ് പ്രൈസിൽ നിന്ന് പ്രോഫിറ്റ് കൂട്ടിയാലും എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ രണ്ട് കേസും സെല്ലിംഗ് പ്രൈസ് ഇക്വറ്റ് ചെയ്യാൻ വരും. സപ്പോസ് മാർക്കറ്റ് പ്രൈസിൻ്റെ ഇപ്പം ഞാൻ പറയാണ് 10% ഡിസ്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, മാർക്കറ്റ് പ്രൈസിൻ്റെ 90%. ക്ലിയർ അല്ലേ? 10% ഡിസ്കൗണ്ട് എങ്കിൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 90%. മാർക്കറ്റ് പ്രൈസിന് 90% എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിൻ്റെ 100 - 10%. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മാർക്കറ്റ് പ്രൈസിൻ്റെ 100 മൈനസ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, അതാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഈസ് ഈക്വൽ ടു. ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 20% പ്രോഫിറ്റ്, അപ്പോൾ എൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും, കോസ്റ്റ് പ്രൈസിൻ്റെ 120% ആയിരിക്കും. അതായത് കോസ്റ്റ് പ്രൈസിൻ്റെ 100 + 20%. ഓക്കെ, അപ്പോൾ എന്ത് വരും, 100 + പ്രോഫിറ്റ്. ക്ലിയർ ആണോ? എന്തുകൊണ്ട് 100 - D എഴുതി മനസ്സിലായില്ലേ അല്ലേ? 90% എന്ന് പറഞ്ഞാൽ 10% ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 100 - 10%. 20% പ്രോഫിറ്റ് പറഞ്ഞാൽ CP-ൻ്റെ 120%, 100 + 20%. ക്ലിയർ? ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യാം അല്ലേ? പെർസെൻറ്റേജ് പറഞ്ഞാൽ ബൈ 100 ആണ്, ഇവിടെയും ബൈ 100 ക്യാൻസൽ ചെയ്യും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം, MP/CP = നോക്കാം. ഈ MP CP ഇങ്ങോട്ട് എന്ത് വരും, 100 + P / 100 - D. 100 + P / 100 മൈനസ്. ഓക്കെ, ഇതെന്താ സംഭവം, 100 + പ്രോഫിറ്റ് / 100 മൈനസ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എത്ര ശതമാനമാണ് തന്നത്, അതാണ് ഇവിടുത്തെ പ്രോഫിറ്റ്. ഓക്കെ, ഇപ്പോൾ 26% ഇതെന്താ പറഞ്ഞത്, 26% പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിന് വരുന്ന ഇതും 26 നേരും. കാരണം ഇവിടെ
126% ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റിന് പകരം നമ്മൾ എന്ത് ചെയ്തു 26. ഡിസ്കൗണ്ട് എത്രയാണ് 10%. അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിന് പകരം 10 എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല. ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞു. രണ്ട് കേസിലും നമ്മൾ എന്താ ചെയ്തത്, പ്രൈസ് ഈക്വൽ ആക്കി. അപ്പോൾ നമുക്കൊരു ഫോർമുല കിട്ടി, MP/CP is equal to 100 plus profit divided by 100 minus discount. ഇത് രണ്ടും ക്ലിയർ ആയില്ലേ എങ്ങനെയാണ് വന്നത്? അതേപോലെ തന്നെ ഈ ഫോർമുല നിങ്ങൾ നോക്കി മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നോട്ട് ചെയ്യട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് MP/CP is equal to 100 plus profit divided by 100 minus discount. ക്ലിയർ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചെയ്തോളെ. ഓക്കെ, at what percentage above the cost price a shopkeeper should mark his object so that he gains 26% after giving discount of 10%. അപ്പോൾ MP/CP, MP എന്ന് പറഞ്ഞാൽ 100 പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്രയാണ് 26, 126. CP എന്ന് പറഞ്ഞാൽ 100 മൈനസ് ഡിസ്കൗണ്ട് എത്ര 90. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? At what percent above the cost price a shopkeeper should mark his object? ഇവിടെ CP 90 ആണ്, MP 126 ആണ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് കൂടുതലാണ് മാർക്കപ്പ് ചെയ്തതെന്നാണ്. എത്ര പെർസെൻറ്റേജ് കൂടുതലാണ്? ഡിഫറൻസ് എത്രയാണ് 36. ഓക്കെ, ബൈ CP എത്ര 90 ഇൻറ്റു അല്ലേ. പെർസെൻറ്റേജ് മാർക്കപ്പ് എന്ന് പറയുന്നത് ആലോചിച്ചൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, CP 100 ആണ്, SP 100, മാർക്കറ്റ് പ്രൈസ് 150 ആണ്. ഇതായിരുന്നു പെർസെൻറ്റേജ് മാർക്കപ്പ്. അതായത് എന്ത് തമ്മിൽ ഡിഫറൻസ് ആണ്? MP-യും CP-യും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ പെർസെൻറ്റേജ് അറിയുമ്പോൾ എന്തിൽ നിന്നുള്ള ഡിഫറൻസ് ആണ്? 100-ൽ നിന്ന്. 100 എന്താ CP ആണ് അല്ലേ. ഇതിലേക്ക് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയാണ്, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇവിടെ നമ്മൾ CP 90 ആണ്, MP 126 ആണ്. അപ്പം CP-നേക്കാൾ എത്ര ശതമാനം കൂടുതലാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് 36/90 ഇൻറ്റു 100. ക്ലിയർ അല്ലേ? ഇത് ഒരു സീറോ പോയി, 9-ഉം 36-ഉം 4 ടൈംസ് 4 × 10 40% above. ആൻസർ എന്താണ്? 40% above. ക്ലിയർ? 40% മുകളിലാണ് എന്ത് ചെയ്തത്, മാർക്കപ്പ് ചെയ്തത്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ലിസ്റ്റഡ് പ്രൈസ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഫോർമുല മാർക്ക് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. At what percent above the cost price a shopkeeper should mark his object so that he gains 36% after giving a discount of 15%? ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ബൈ CP. പ്രോഫിറ്റ് എത്രയാണ്? 100 പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 36, 136. ഡിസ്കൗണ്ട് എത്രയാണ്? 15%. 100 മൈനസ് 15 85. അപ്പോൾ നോക്കാം എത്ര കൂടുതലാണ്. 85 എന്ന് പറയുമ്പോൾ 50 അല്ലേ. 85 136 ഡിഫറൻസ് ആണ് 51 ഡിവൈഡ് ബൈ 85 ഇൻറ്റു 100. ഓക്കെ, നമ്മൾ 17 വെച്ച് ക്യാൻസൽ ചെയ്താൽ 3 ടൈംസ് 5 ടൈംസ് 3/5 ഇൻറ്റു 100 ആണ്. 60% എബോവ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, മാർക്ക് ചെയ്തത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഡയറക്റ്റ് നമ്മൾ ഈ ഫോർമുലേൻ്റെ ആപ്ലിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. A trader allows a discount of 5% for cash payment. How much percent above the cost price must he mark his book to make a profit of 10%? എന്താണ്? ഹോംവർക്ക് ആണ്. ആൻസർ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ്, an article is marked for sale at ₹275. The shopkeeper allows a discount of 5% on the market price. His net profit is 4.5%. What did the shopkeeper pay for the article? What did the shopkeeper pay for the article എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ CP എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിലിപ്പോൾ എന്താണ്, ഒന്നുമില്ല. നമുക്ക് MP/CPൻ്റെ റേഷ്യോ എന്താണ്? 100 പ്ലസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എത്രയാണ്? 4.5, 10.5 അല്ലേ. CP ഡിസ്കൗണ്ട് 5% ആയതുകൊണ്ട് 100 മൈനസ് 95. ഇതിൽ നമുക്ക് MP എത്ര തന്നിട്ടുണ്ട്? 275. അങ്ങനെയാണെങ്കിൽ CP എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, 275. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ ഡിവിസിബിലിറ്റി ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഇവിടെ ഇത് 11 ഡിവിസിബിൾ ആണ്. കാരണം ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഡിഫറൻസ് നോക്കാം. 2 + 5 7. ഇത് എത്ര 7. ഡിഫറൻസ് 0 ആണ്. ഇവിടെ 1 + 4 5, 0 + 5 5. ഡിഫറൻസ് 0. അപ്പോൾ നമുക്ക് 11 ഡിവിസിബിൾ ആണെന്ന് മനസ്സിലായി. അപ്പം എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്
22 25 ടൈംസ്. ഇതിൽ എത്ര 11 ഉണ്ട്? ഇതിൽ 9 11 9.5. ഓക്കെ, ഈ 9.5 ഈ 9 ക്യാൻസൽ ചെയ്താൽ 10 ടൈംസ്. അപ്പോൾ സി പി എന്ത് വരും? 25 ഇൻറ്റു 10 എത്ര? 250. ഓക്കെ, അതായത് എം പി ബൈ സി പിയുടെ റേഷ്യോ ഇതാണെന്ന് അറിയാം. എം പി എത്രയാണെന്നറിയാം? 225 ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി പി എത്രയാണ് ക്വസ്റ്റൻ അല്ലേ? വാട്ട് ഈസ് ദ ഷോപ്പ് കീപ്പർ പേ എന്ന് പറഞ്ഞാൽ സി പി എത്രയാണ് ക്വസ്റ്റൻ. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? നിങ്ങൾ 11ന്റെ ഡിവിസിബിലിറ്റി അറിയാം. എന്താ? ഈ നമ്പർ 11 ഡിവിഷൻ പെട്ടെന്ന് നോക്കി പറയാൻ പറ്റും. ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ഡിജിറ്റിൻ്റെ സമ്മ്, അതിൻ്റെ ഡിഫറൻസ്, അതായത് 2 + 5 7 - 7. ഇവിടെ ആണെങ്കിൽ 1 + 4 5 0 + 5, അതിൻ്റെ ഡിഫറൻസ് എന്താണ്? 0 ആണ്. അപ്പോൾ 11 ഡിവിസിബിൾ ആണ്. മനസ്സിലായി? ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ 9.5 വന്നു, ഇവിടെ 95 വന്നു. പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാം 10 ടൈംസ്. അപ്പോൾ ആൻസർ എന്ത് വരും? 250. ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ് ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a discount of 10% is given on the market price, the shopkeeper gets profit of 20%. Find his percentage profit if he offers a discount of 20% on the same market. ക്ലിയർ ആണ്? അതായത് 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 20% പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കൊടുത്താൽ എത്ര ശതമാനമാണ് പ്രോഫിറ്റ് എന്ന ക്വസ്റ്റ്യൻ. സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്താൽ എം പി ബൈ സി പി എന്ത് വരും? എം പി ബൈ സി പി എന്ന് പറയുന്നത് 100 പ്ലസ് പ്രോഫിറ്റ് ബൈ 100 മൈനസ് ഡിസ്കൗണ്ട്. കിട്ടിക്കഴിഞ്ഞു. സി പി 90 എം പി 120. എന്താ വേണ്ടത്? ഫൈൻഡ് ഈസ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് യു ഓഫേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 20% ഓൺ ദി സെയിം ആർട്ടിക്കിൾ. ഇവിടെ മാർക്കറ്റ് പ്രൈസ് 120. ഇപ്പോൾ ഞാൻ 20% ഡിസ്കൗണ്ട് കൊടുത്തു. ഇപ്പോൾ 120 20% പറഞ്ഞാൽ 24 രൂപ അല്ലേ? അപ്പോൾ എൻ്റെ സി പി 90. അപ്പോൾ ഞാൻ 120 ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്താൽ 24 രൂപ കുറക്കണം. അപ്പോൾ എത്ര വരും? 96. ഇതാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രോഫിറ്റ് എത്ര വരാം? 6/90 × 100. ഓക്കെ, ഇത് 2 ടൈംസ് 3 ടൈംസ് 20/3%. അല്ലെങ്കിൽ എന്ത് പറയാം? 6 2/3%. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ എം പി ബൈ സി പി റേഷ്യോ കണ്ടു. അപ്പോൾ എം പി എന്ന് പറഞ്ഞാൽ 120 സി പി എന്ന് പറഞ്ഞാൽ 90. ഇനി ഞാൻ എന്ത് ചെയ്തു? ഇതിൽ ഞാൻ 20% ഡിസ്കൗണ്ട് കൊടുത്തു. 120 20% പറഞ്ഞാൽ 24 അല്ലേ? അപ്പോൾ 120 24 കുറച്ചാൽ 96. അപ്പോൾ സി പി 90, എസ് പി 96. പ്രോഫിറ്റ് എത്രയാണ്? 6. 6/90 × 100 എത്ര? 6 2/3%. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The market price of a radio is 480. അപ്പോൾ എം ആർ പി അല്ലെങ്കിൽ എം പി എന്ന് പറഞ്ഞാൽ 450. ഷോപ്കീപ്പർ അലോസ് എ ഡിസ്കൗണ്ട് ഓഫ് 10% ആൻഡ് ഗെയിൻസ് 8%. ഇഫ് നോ ഡിസ്കൗണ്ട് ഈസ് അലോഡ്, ഫൈൻഡ് ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്. സിമ്പിൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? $100 plus profit by 100 minus discount. ഓക്കെ, ഇവിടെ നമ്മൾ ഗെയിൻ പെർസെൻറ്റേജ് വെച്ചു. ഇവിടെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. ഇതിനെന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇല്ല. കാരണം എന്താ അറിയോ? ഇവിടെ നമ്മളിവിടെ നോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മാർക്കറ്റ് പ്രൈസ് 108. നോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നോ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണല്ലേ? അല്ലേ? മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഒരു ഡിസ്കൗണ്ട് കൊടുത്തില്ല പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പം നമ്മൾ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് നോ ഡിസ്കൗണ്ട് പറഞ്ഞാൽ ഇവിടെ സി പി 90, മാർക്കറ്റ് പ്രൈസ് 108, അത് തന്നെയാണ് സെല്ലിംഗ് പ്രൈസും. അപ്പോൾ എന്ത് വരും? സി പി 90 വരും, എസ് പി എത്ര? 108. അപ്പോൾ പ്രോഫിറ്റ് എത്രയാണ്? 18 സി പി 90. 18/90 × 100. 2 ടൈംസ് 10 ടൈംസ് 9 = 20% പ്രോഫിറ്റ്. ക്ലിയർ അല്ലേ? നമ്മൾ എം പി ബൈ സി പി ചെയ്തു. ഇതിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നില്ല പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ 450 വലിയ റോളില്ല, കാരണം അവിടെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. When a shopkeeper sells his object at ₹750 after giving 20% discount, he gains after giving 20% discount, he gains 40%. Find his profit percentage if he does not give any discount. ഓക്കെ, ഇവിടെ എന്താണ്? ഈ സെല്ലിംഗ് പ്രൈസിന് ഒരു റോളില്ല. നമുക്ക് എന്താ വേണ്ടത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണല്ലേ? നോക്കുക, ഇവിടെ മാർക്കറ്റ് പ്രൈസ് ബൈ
സി പി എന്ന് പറഞ്ഞാൽ 100 + പ്രോഫിറ്റ് ഗെയിൻസ് 40% ആയതുകൊണ്ട് 140, ഡിസ്കൗണ്ട് 20 ആണ്. 100 - 20 എന്ന് പറഞ്ഞാൽ 80. എന്താണ് ഈ ഡസ് നോട്ട് ഗീവ് എനി ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 140 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 80ഉം 140ഉം ഡിഫറൻസ് എത്ര? 60/80 × 100. ഓക്കെ, ഇത് വരും 6/8 എന്നാൽ 3/4 × 100 എന്ന് പറഞ്ഞാൽ 75%. അല്ലെ, 3/4 × 100 എന്ന് പറഞ്ഞാൽ 75% ആണ് ആൻസർ. അപ്പോൾ ഇവിടെ 750ക്ക് ഒരു റോളും ഇല്ല. ഇങ്ങനെ പല ക്വസ്റ്റ്യനും തരാറുണ്ട്. കഴിഞ്ഞ TCSന് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, CPൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ട്. കുറേ ഡീറ്റെയിൽസ് ഒന്ന് നമ്മൾ ആദ്യം ആ ഡീറ്റെയിൽസിൽ ഇങ്ങനെ ഇരിക്കും. അവസാനം നമുക്ക് SPയും CPയും അറിയേണ്ടാവും, ജസ്റ്റ് പ്രോഫിറ്റ് കാണാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വരാറുണ്ട്. അത് ക്വസ്റ്റ്യൻസ് നല്ലോണം വായിച്ചിട്ട് ചെയ്യണം കേട്ടോ. ആ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A shopkeeper purchases an object at a 20% discount on its market price, okay, and sells it at a 30% more than the market price. Okay, find his net profit percentage. ഒന്നുമില്ല. A shopkeeper purchases an object at a 20% discount on its market price. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 100 ആണെങ്കിൽ അയാൾ എത്രക്കാണ് വാങ്ങുന്നത്? 20% ഡിസ്കൗണ്ട് 80 രൂപക്കാണ് വാങ്ങുന്നത്. അതാണ് അയാളുടെ CP. എന്നിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് പ്രൈസിനേക്കാൾ 30% കൂട്ടിയിട്ടാണ് അയാൾ വിൽക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് 100 ആണ്, അതിനേക്കാൾ 30% കൂട്ടി എന്ന് പറഞ്ഞാൽ 130 രൂപക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 80 CP 130 SP. അപ്പോൾ ഡിഫറൻസ് 50/CP × 100. 62.5. എങ്ങനെയാണ് പെട്ടെന്ന് 62.5 എന്ന് അറിയാം? 1/8 എന്ന് പറഞ്ഞാൽ 12.5, 5/8 എന്ന് പറഞ്ഞാൽ 12.5 × 5 എത്ര? 62.5. ഓക്കെ, എനിക്ക് ആ റേഷ്യോ അറിയുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതുന്നു. ക്ലിയർ അല്ലേ? ഇതൊന്നുമില്ല. അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റ് 20% ഡിസ്കൗണ്ട് ഓഫ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്രൈസ് 100 എടുത്തു. അപ്പോൾ ഡിസ്കൗണ്ട് 20 രൂപ. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് C, അതായത് ഞാൻ എത്രയ്ക്ക് വാങ്ങിയെന്നല്ല പറഞ്ഞത്. അപ്പോൾ എൻ്റെ CP 80 ആണ്. ഇനി ഞാനത് വിൽക്കണം. എത്രയ്ക്ക്? മാർക്കറ്റ് പ്രൈസിനേക്കാൾ 30% കൂടുതൽ. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് 100 ആണ്, അപ്പോൾ അതിനേക്കാൾ 30% കൂടുതൽ പറഞ്ഞാൽ 130 വിൽക്കും. 80 വാങ്ങി 130 വിറ്റാൽ എൻ്റെ ലാഭം എത്ര? 50. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ 50/80 × 100. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 വീഡിയോസ് കൂടിയാണുള്ളത് ഈ ക്ലാസ്സിൽ. അടുത്തത് ചെറിയ വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു മിസലേനിയസ്, എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു മിസലേനിയസ് ആയ ഒരു കോഴ്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതോടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. 2 ക്ലാസ് കൂടിയാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഴ്സ് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അരിത്മെറ്റിക് പ്ലസ് അഡ്വാൻസ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നമ്പറൊക്കെ ടെലിഗ്രാം ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? താല്പര്യമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ അതിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ ടെലിഗ്രാം ചാനലിലുണ്ട്. നിങ്ങൾ അതുവഴി കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.